ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഒരു വചനം വായിക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വചനമാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം 16 വാക്യം. അതിന്റെ അവസാനത്തെ ഭാഗമാണ് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. യാക്കോബിന്റെ ലേഖനം 5:16. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവന് പ്രാർത്ഥിക്കും. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മൾ വായിച്ചത്. അവസാനത്തെ ഭാഗമാണ് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടെയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിക്കുവാൻ ദൈവം കൃപ നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിശ്ചയമായിട്ടും വലിയ ദൈവപ്രവൃത്തി നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ദേശത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അനേക പ്രാർത്ഥനകൾ ഈ സ്ഥാനത്ത് വെച്ച് നടത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി അനേക ഉപവാസ പ്രാർത്ഥനകൾ പ്രത്യേക മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിടുതലുകൾ നിശ്ചയമായിട്ട് വെളിപ്പെട്ട് വരും. പ്രാർത്ഥന ഒരിക്കലും വൃഥാവായി തീരുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ദൈവം തക്ക സമയത്ത് മറുപടി നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക നീതിമാന്റെ ശ്രദ്ധയോടുകൂടെയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ നമ്മൾ അത് വിശ്വസിക്കുക. നമ്മുടെ പ്രാർത്ഥന വളരെ ഫലിക്കും, വളരെ ഫലിക്കും. ഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില മേഖലകൾ പ്രാർത്ഥന ഫലിച്ചിരിക്കുകയാണ്. ആമേൻ, ആമേൻ. ഉയർന്നു നിന്ന ശത്രുവിന്റെ ഗോപുരങ്ങൾ, അവന്റെ ആധിപത്യങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അത് തകർന്നു മാറുന്നു. ആത്മദൃഷ്ടിയിൽ അത് വിശ്വാസത്താൽ ആത്മദൃഷ്ടിയിൽ കാണുക. ചില പൈശാചിക പാതാള ഗോപുര ശക്തികൾ, ഇരുളിന്റെ ആധിപത്യങ്ങൾ പ്രാർത്ഥനയിൽ അത് തകർന്നു മാറുന്നു. ഒരു ദൈവത്തിന്റെ ശ്രദ്ധയോടുകൂടുള്ള പ്രാർത്ഥനയിൽ അത് തകർന്നു മാറുന്നു. പൈശാചിക മേഖലകൾക്ക് ഉയർന്നു നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ആധിപത്യങ്ങൾ ഈ രാത്രി തകർന്നു മാറട്ടെ. പ്രാർത്ഥനയിൽ കൂടെ അനേക വിടുതലുകൾ നമ്മൾ പ്രാപിച്ചിട്ടുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും പറയുവാനായിട്ട് കഴിയും. കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ചപ്പോൾ അനേക വിടുതലുകൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രിയിലും വിശ്വസിക്കുക. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ വൈകിട്ടത്തെ സെക്ഷൻ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മിൽ അനുഗ്രഹിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമ്മുടെ പ്രത്യേക വിഷയങ്ങൾക്ക് വിടുതൽ നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. ആരൊക്കെ ആത്മാർത്ഥതയോട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവോ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. വചനം പഠിപ്പിക്കുന്ന 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ കർത്താവ് യേശു ഉണ്ട് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. 2-3 പേർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഐക്യതയോട് ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ യേശു നമ്മോട് കൂടെയുണ്ട്. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ വിടുതലുകൾ സംഭവിച്ചിരിക്കും. ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ 3 ആലോചനകളാണ്, ദൈവിക ദൂതുകളാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ആരാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതിമാനാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതിമാന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവഭക്തന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 9-31 വചനം ഇങ്ങനെ വായിക്കുന്നു: പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു ദൈവ മനുഷ്യന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നാം ദൈവഭക്തനായിരുന്നാൽ മാത്രമേ ദൈവം പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവഭക്തന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കത്തുള്ളൂ. ദുഷ്ടന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവഭക്തന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കത്തുള്ളൂ. കേൾക്കുകയല്ല, അത് വളരെ ഫലിക്കുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവഭക്തന്റെ പ്രാർത്ഥന വളരെ ഫലിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ദൈവമേ അങ്ങയുടെ പ്രാർത്ഥന കേട്ടിരുന്നെങ്കിൽ
എനിക്ക് വേണ്ടി അങ്ങ് മറുപടി നൽകുന്നെങ്കിൽ അനേക വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും. ദൈവമേ, ഒന്നുപോലെ എന്റെ വിഷയത്തിന് വിടുതലില്ലോ എന്ന് പറയുന്ന പലരെ ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയോ മാസങ്ങൾ, ആണ്ടുകൾ കൊണ്ട് ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്നെ അങ്ങ് കാണുന്നില്ലയോ, എന്നെ അവിടെ നിന്ന് അറിയുന്നില്ലയോ, എന്റെ ഒരു വിഷയത്തിന് പോലും അങ്ങ് മറുപടി നൽകില്ലയോ എന്ന് കരയുന്നവരുണ്ട്. എന്നാൽ വചനം വളരെ ശക്തമായി ഉറപ്പിക്കുന്നു, നീതിമാന്റെ ശ്രദ്ധയോടെ പ്രാർത്ഥന ഫലിക്കുമെന്നല്ല, വളരെ ഫലിക്കും, വളരെ ഫലിക്കും, വളരെ ഫലിക്കും. ഈ രാത്രിയിൽ ദൈവാത്മാവ് ഇടപെടുന്നു. ഇതിനകത്തിരുന്ന് കരഞ്ഞത്, ഉപവസിച്ചത്, കണ്ണുനീരൊഴുക്കിയത്, ഒറ്റയ്ക്ക് കരഞ്ഞത്, സഭയായിരുന്നു കരഞ്ഞത്, പ്രാർത്ഥിച്ചത്, കുടുംബമായിരുന്നു പ്രാർത്ഥിച്ചത് വൃഥാവായി തീരുകയില്ല. അത് വളരെ ഫലിക്കുന്നു, വളരെ ഫലിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നു. അടകമന രിഗതഘടകത്തുനി അന്തൽ കമനാധരാധന പർവ്വതം പോലെ നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ അടിസ്ഥാനങ്ങൾ ദൈവഭക്തന്റെ പ്രാർത്ഥനയുടെ അത് ഉരുകി മാറുകയാണ്. കർത്താവിന് മഹത്വം. ഈ ഭാഗം നമ്മൾ ചിന്തിക്കുക. യോഹന്നാന്റെ സുവിശേഷം 9 പഠിക്കുമ്പോൾ അവിടെ ജന്മന കുരുടനായ ഒരു മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം അവൻ പറഞ്ഞ ഒരു പദമാണ് നമ്മളിവിടെ വായിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഹല്ലേലൂയ. അതിന്റെ 1-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തുവും ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോൾ ആ അമ്മയുടെ ഗർഭം മുതലും കുരുടനായ മനുഷ്യനെ കണ്ടു. അവനെ കണ്ട ഉടനെ ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ കുരുടനായി പിറക്കത്തക്കവൻ ഇവനാണോ പാപം ചെയ്തത്, ഇവന്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്തത്? കർത്താവ് യേശു പറഞ്ഞു, ഇവൻ ചെയ്തിട്ടല്ല, ഇവനും ഇവന്റെ അമ്മയപ്പന്മാരും ചെയ്തിട്ടല്ല, ദൈവനാമം ഇവനിൽ കൂടെ മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ വേദവസം പഠിക്കുമ്പോൾ പിതാക്കന്മാരുടെ അകൃത്യം, മാതാപിതാക്കളുടെ അകൃത്യം 2-ാമത്തെ 3-ാമത്തെ തലമുറ വരെ അത് തലമുറകളോട് ചോദിക്കുമെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 20-ാമത്തെ 5-ാമത്തെ വാക്യത്തിൽ ആ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. പിതാക്കന്മാരുടെ അകൃത്യം 5-ാമത്തെയും 3-ാമത്തെ 4-ാമത്തെയും തലമുറ വരെ ദൈവം ചോദിക്കുവാനായിട്ട് ഇടയെത്തിരും. ഹല്ലേലൂയ. എന്നാൽ അടുത്ത തലമുറ പിതാവ് പാപം ചെയ്തു, തെറ്റ് ചെയ്തു, ദൈവത്തിന്റെ ശിക്ഷ ചോദിക്കുമെന്ന് ന്യായപ്രമാണത്തിൽ വിളിച്ചു പറയുകയാണ്. എന്നാൽ ആ തലമുറ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവം അതിന് ഒരു വിടുതലയക്കും. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അയക്കും. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പിതാക്കന്മാരുടെ അകൃത്യം തലമുറകളിലേക്ക് ദൈവം സംഗ്രഹിച്ചു വയ്ക്കുന്നു എന്നാണ്. രക്ഷിക്കപ്പെടാത്ത തലമുറകൾ അത് അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അവർ അത് പകരം ചോദിക്കുന്ന ദൈവമാണെന്ന് വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എന്നാൽ യെഹെസ്കേൽ പ്രവചന പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, അപ്പൻ പച്ച മുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുമോ? ഹല്ലേലൂയ. ന്യായപ്രമാണം പറയും, പുളിക്കും. ഹല്ലേലൂയ. എന്നാൽ യെഹെസ്കേലിൽ ആത്മാവ് വളരെ ശക്തമായിട്ട് എഴുതുവാനായിട്ട് ഇടയിത്തീർന്നു. മക്കളുടെ പല്ല് പുളിക്കയില്ല എന്ന് പറയുന്ന കാലം വരും. ശബ എന്നുള്ളൊരു പഴഞ്ചൊല്ലായിട്ടാണ് അത് നിറവേറുന്ന കാലം വരുമെന്നാണ്. എപ്പോഴാണ് അത് സാധ്യമായി തീർന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ മരണത്തിൽ കൂടെ അതിൽ വിശ്വസിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ നടുച്ചുവന്നെ ഇടിച്ചു മാറ്റിക്കൊണ്ട് റബന ഹദന റിയൽ കരാധരാധന വിശ്വസിക്കുന്നവന്റെ മേൽ ദൈവിക വിടുതൽ വെളിപ്പെടുമ്പോൾ, രക്ഷ വെളിപ്പെടുമ്പോൾ സകല ശാപങ്ങളും പൈശാചികാധിപത്യങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് കഴിയും. പലപ്പോഴും പലരും ചിന്തിച്ച് ഭാരപ്പെടാറുണ്ട്, കരയാറുണ്ട്. ദൈവമേ, എന്റെ പിതാവും മാതാവും അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത തെറ്റാണോ എന്റെ ജീവിതത്തിൽ ഈ കഷ്ടത എന്ന് പറഞ്ഞ് കരയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. റിബന ഹദന റിയൽ കരാധരാധന. അങ്ങനെ ഏതെങ്കിലും ഭാരങ്ങൾ, നിരാശകൾ നമ്മെ അലട്ടുന്നുവെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, നാം ദൈവവേദലായി തീരുമ്പോൾ ആ ഒരു ശത്രുവിന്റെ ആധിപത്യത്തിന് നമ്മെ തൊടുവാൻ കഴിയുകയില്ല. ശാബാറാമൻ അത്രയ്ക്ക് ശക്തിയുണ്ട്. കർത്താവിന്റെ ക്രൂശമരണത്തിൽ അല്ലെങ്കിൽ യേശുവിൽ നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ കർത്താവിൽ വിശ്വസിക്കുന്നതിൽ കൂടെ വലിയ വിടുതലാണ് നമ്മൾ വെളിപ്പെട്ട് വരുന്നത്.
ഉടബല ഹതനരികൽക്കരാധന പാപത്തിന്റെ സകല സ്വാധീന ശക്തികളെയും വലയങ്ങളെയും ആമെ മുറിച്ചു മാറ്റിക്കൊണ്ട് ഒരു വ്യക്തിയെ പാപത്തിന്റെ അധികാരത്തിൽ നിന്നും ആമെ വിടുവിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ നൽപ്പിച്ചത് കൊണ്ട് ആമെ കർത്താവിൽ കൂടുതൽ രക്ഷയ്ക്ക് സാധ്യമാകുന്നുവെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ആമെ ചിലർ ഈ ദേശത്ത് നിന്ന് വിടുവിക്കപ്പെട്ട് പാപത്തിന്റെ അധികാരത്തിൽ നിന്നും കഴിഞ്ഞ നാളുകൾ ദൈവജനത്തിനെതിരെ ദൈവസഭയ്ക്കെതിരെ അഭിഷക്തന്മാർക്കെതിരെ പ്രവർത്തിച്ച ചില കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആമെ ചിലർ വിടുവിക്കപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് പുറത്തു വന്ന് കർത്താവിനെ ഉയർത്തുന്നവരായി തീരട്ടെ. അങ്ങനെ ഒരു വിടുതൽ, ആ മേഖലയിൽ ഒരു വിടുതൽ ഈ രാത്രി ദൈവജന ദേശത്തുമേ വെളിപ്പെട്ട് വരട്ടെ. ആരാധനയ്ക്ക് വിരുദ്ധമായി ചലിച്ച ചില വ്യക്തികളെ തന്നെ തൊടുവാൻ ദൈവത്തിന് പദ്ധതിയുമുണ്ട്. വളരെയധികം ദേഷ്യത്തോടുകൂടെ റബനഘടകസി അന്തൽ കമന ധരാധന ഈ ഗേറ്റിന് മുമ്പിൽ നിന്ന് തന്നെ റിബനഘടകസി ഇവിടെ ശക്തമേറിയ ആരാധന നടക്കുമ്പോൾ റിബനഘടകസി അർത്ഥൽ കമന ധരാധനം ആമെ മോശം വാക്കുകൾ സംസാരിച്ച് റിബനഘടകസി ദൈവനാമത്തെ നിന്ദിച്ച ആമേ ചില അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. റബനഘടകത്തുനി അന്തൽ കമന അങ്ങനെയുള്ള വ്യക്തികളെ ദൈവത്തിന് തൊടുവാൻ പദ്ധതിയുണ്ട്. ഓ കർത്താവിന്റെ നാമത്തിന് വിരോധമായി ആരൊക്കെ ചലിച്ചിട്ടുണ്ടോ, ഓ ശബരബരഘടകസി അവരെ തൊടുവാൻ ദൈവം സർവശക്തനാണ്. കഴിഞ്ഞ നാളുകൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേശങ്ങളിൽ പട്ടണങ്ങളിൽ രാജ്യങ്ങളിൽ ദൈവം തൊട്ടിട്ടുണ്ടെങ്കിൽ രാജാക്കന്മാരെ മുതൽ ദൈവം തൊട്ടിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. ഓ അതിനെ തടയുവാൻ ഒരു ശക്തികൾക്കും കഴിയുകയില്ല, ഒരു പൈശാചിക മേഖലകൾക്കും കഴിയുകയില്ല. ചിലർ അങ്ങനെ പ്രവർത്തിച്ച ചില വ്യക്തികൾ ഈ നാളുകൾ ദൈവത്താൽ പുറത്തു വരട്ടെ. അവരുടെ മേൽ അവകാശം പറഞ്ഞ അവരുടെ മേൽ വ്യാപരിച്ച അന്ധകാര മണ്ഡലങ്ങൾ ഈ രാത്രി കർത്താവിന്റെ നാമത്താൽ മുട്ടുമടക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ. ഇവിടെ കർത്താവ് പറയുകയാണ്, ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഇവൻ കുരുടനായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനുശേഷം അവൻ വിടുതൽ പ്രാപിച്ചപ്പോൾ പരീശന്മാർ കർത്താവിനെതിരായി എഴുന്നേറ്റ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അവനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് സൗഖ്യം പ്രാപിച്ചത്? അവിടെ ആ ദേശനിവാസികൾ പറയുന്നു, ഇവൻ തന്നെയാണ് സൗഖ്യം പ്രാപിച്ചെന്ന്. ഒരു കൂട്ടം വ്യക്തികൾ, ഇവനല്ല മറ്റ് ആരോ എന്ന് കുറെ ആൾക്കാരും പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പറയുകയാണ്, യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്നെ സൗഖ്യമാക്കിയത്. പല വിധത്തിലാണ് അവൻ കർത്താവിനെ അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം യേശുവിനെ ഒരു മനുഷ്യനായിട്ട് പറഞ്ഞു, പിന്നെ പ്രവാചകനായിട്ടും പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പുത്രനായിട്ടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നൊക്കെ അവൻ വെളിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഗുരു എന്ന് അവൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ദൈവം നമ്മെ വിളിച്ചതും ദൈവത്തെ നമ്മൾ അറിയുന്നതും എത്രത്തോളം നമ്മൾ ദൈവത്തോട് അടുക്കുന്നു അതനുസരിച്ചാണ് കർത്താവ് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ദൈവം എന്നെ കണ്ടത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണ് കർത്താവ് എന്നെ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവത്തോട് അടുത്തപ്പോഴാണ് താൻ പറഞ്ഞത്, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കർത്താവ് എന്നെ കണ്ടു, ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ചു, ദൈവം എന്നെ കണ്ടു. വീണ്ടും ദൈവത്തോട് അടുത്തപ്പോൾ തനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞത്, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അമ്മയുടെ ഉദരത്തിൽ വെച്ച ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ കർത്താവ് നമ്മെ കണ്ടു, പേര് ചൊല്ലി വിളിച്ചു. എഫെസ്യർക്കെഴുതിയ 1-ാം അധ്യായത്തിൽ അത് പൗലോസ് എഴുതിയിട്ടുണ്ട്. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ ദൈവം നമ്മെ അറിഞ്ഞു, ദൈവം നമ്മെ കണ്ടു. ഈ രാത്രി നമ്മൾ വിശ്വസിക്കുക, ഇതിനകത്തിരിക്കുന്ന നമ്മൾ വെറുതെ അല്ല ദൈവസേന വന്നത്. പ്രൈസ് ഞാൻ പലപ്പോഴും ചിന്തിച്ച് അത് എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ ദൈവം നമ്മെ കണ്ടു. എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ, പ്രൈസ് ഹല്ലേലൂയ,
എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയി, ഇന്ന് ജീവിച്ചിരിക്കുന്നവരുണ്ട്, ഇനി ജനിക്കാനുണ്ട്. പ്രിയസലം ആമേൻ. അവരിൽ നിന്നും ദൈവം എന്നെയും കണ്ടു. പ്രിയസലം ലോക സ്ഥാപനങ്ങൾക്കും നമ്മയും ദൈവം കണ്ടു. ആമേൻ ആമേൻ. നിസ്സാര കാര്യമല്ല, നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ആമേൻ. ലോകത്തിൽ ആമേൻ ദൈവം നമ്മെ വ്യത്യസ്തരായി നമ്മെ തെരഞ്ഞെടുത്തു. ദൈവം നമ്മെ കണ്ടു, ദൈവം നമ്മെ അറിഞ്ഞു. ആമേൻ ആമേൻ. ആ ദൈവപ്രവർത്തികളെ നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മൾ മറന്നു പോകരുത്. ആമേൻ. ദൈവം നമ്മെ കണ്ടത് തന്നെ, ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഓ ശബരബന. വീണ്ടും വ്യത്യസ്തരായിട്ട് കർത്താവിന്റെ വേലയ്ക്കായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവത്തിന്റെ സാക്ഷിയാക്കി ദൈവം നമ്മെ തീർത്തു. ആമേൻ ആമേൻ. ആ കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. താഴോട്ട് ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയസലം ആമേ. അവന്റെ അമ്മയപ്പന്മാർ വിളിക്കുവാനായിട്ട് തോന്നുന്നു. പ്രിയസലം അവർ പറഞ്ഞു, യഹൂദന്മാരെ ഭയപ്പെട്ടിട്ട് പള്ളിഭ്രഷ്ടരാക്കി തീർക്കും എന്ന് ഭയപ്പെട്ടിട്ട് പ്രിയസലം അവർ വെളിപ്പെടുത്തിയില്ല. യേശുവാണ് സൗഖ്യമാക്കിയെന്ന് അവർക്കറിയാം. പ്രിയസലം അവർ തുറന്നു പറഞ്ഞില്ല. ആമേൻ ആമേൻ ആമേൻ. അവർ ഇങ്ങനെയാണ് പറഞ്ഞത്, പ്രിയസലം അവന് പ്രായമുണ്ടല്ലോ, പ്രിയസലം അവനോട് ചോദിപ്പിൻ എന്നാണ് പറഞ്ഞത്. പ്രിയസലം ഹല്ലേലൂയ ഹല്ലേലൂയ. അവസാനം ഈ മനുഷ്യൻ തുറന്നു പറഞ്ഞു, യേശുവാണ് എന്നെ സൗഖ്യമാക്കിയത്. അങ്ങനെ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുവാനായിട്ടിടയിൽ തോന്നുന്നു. പ്രിയസലം ഹല്ലേലൂയ. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ദൂത് അതിനകത്തുള്ളത്, അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്ന് അറിഞ്ഞ ഉടനെ യേശു അവന്റെ അടുക്കൽ വന്നു. ഓ ശബറബന. യേശു അവന്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അപ്പോഴും അവന് അറിയത്തില്ല ആരാണ് രക്ഷകൻ, ദൈവമെന്നൊന്നും അറിയത്തില്ല. കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനകത്തുള്ള ദൂത് എവിടെ നാം തള്ളപ്പെട്ടോ, ഒറ്റയ്ക്കെന്ന് നാം ചിന്തിക്കുന്നുവോ, നമ്മൾ ഒറ്റയ്ക്ക് അല്ല. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ലോകരക്ഷിതാവായ ദൈവം നമ്മോട് കൂടെയുണ്ട്. എവിടെയൊക്കെ നാം തള്ളപ്പെട്ടാലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ ആമേൻ. ലോകം മുഴുവൻ നമുക്ക് അനുകൂലമായിരുന്നാലും ദൈവം പ്രതികൂലമായിരുന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ ലോകം മുഴുവൻ പ്രതികൂലവും ദൈവം അനുകൂലമായിരുന്നാൽ ഏത് മനുഷ്യനും ധൈര്യത്തോടെ നിൽക്കുവാനായിട്ട് കഴിയും. ആ ഒരു ബലം, ധൈര്യം നമ്മൾ പ്രാപിക്കുക. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ ബലപ്പെടുത്തുകയാണ്. ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ പതറിക്കുവാൻ, തകർത്ത് കളയുവാൻ, പുറകോട്ട് പോകുവാൻ, അവൻ തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഈ രാത്രി വിശ്വസിക്കുക, ദൈവം എനിക്ക് അനുകൂലമായി കൂടെയുണ്ട്. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒന്ന് മാറി ഒന്നായി പിന്തുടർന്നാലും അതൊന്നും എനിക്ക് കാര്യമല്ല, വിഷയമല്ല. ദൈവം എനിക്ക് അനുകൂലമായി ഉള്ളത് കൊണ്ട് ഞാൻ വീണു പോകത്തില്ല, ഞാൻ തളർന്നു പോകുകയില്ല. നിശ്ചയമായിട്ട് എന്നെക്കുറിച്ച്, എൻ്റെ തലമുറകളെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, ഞങ്ങളുടെ സഭയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് സത്യമായി തീരും. ദൈവത്തിന്റെ പദ്ധതികൾ സത്യമായി തീരും. പ്രാർത്ഥിക്കുന്ന ദൈവവേദനെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ആലോചനയുണ്ട്, ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. അത് നിന്നിൽ നിവർത്തീകരിക്കപ്പെടും. അതിനെ തടയുവാൻ കഴിവുള്ള ഒരു ശക്തിയും ഉലകത്തിലില്ല. പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. ഉപവസിക്കുന്ന ദൈവത്തിനെ കീഴ്പ്പെടുത്തുവാൻ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. ആരാധിക്കുന്നവന് മുമ്പാകെ ശത്രു കീഴടങ്ങും. ദൈവജലത്തിനെതിരെ ചലിക്കുന്ന ശത്രുവിന്റെ അടിസ്ഥാന മേഖലകൾ ഈ രാത്രി തകർന്നു മാറട്ടെ. ആരാധിക്കുന്ന ദൈവത്തിനുമ്പാട് പൈശാചിക അടിസ്ഥാനങ്ങൾ മുട്ടുമാറട്ടെ. ഒരു മഞ്ഞുമല ഉരുകി മാറുന്നത് പോലെ പൈശാചിക വ്യാപാരങ്ങൾ തകർന്നു മാറട്ടെ. ദൈവജനത്തിന്മേൽ പ്രതികൂല സാഹചര്യങ്ങളെ കടത്തിവിടുവാൻ അടകാമനിയ സന്തൽക്കമന ഒരു പ്രതിസന്ധി നിന്ന് കയറി വരുമ്പോൾ മറ്റൊരു പ്രതിസന്ധി എന്ന പോലെ അടകാമനിയ സന്തൽക്കമന ഞെരുക്കി ഒതുക്കുവാൻ കയറി വരുന്ന പൈശാചിക മേഖലകൾ ഈ രാത്രി കീഴടങ്ങട്ടെ. റബന സന്തൽക്കരാദിയാലറ്റസ് അവന്റെ ആധിപത്യങ്ങൾ ഈ രാത്രി തകർന്നു മാറട്ടെ. അവന്റെ പദ്ധതികൾ ഈ രാത്രി ഉടഞ്ഞു മാറട്ടെ. ആമേൻ ആമേൻ. ചില മഞ്ഞ മലകൾ പോലെ റശസി
അന്തൽക്കമനായിരിക്കുന്ന മണ്ഡലങ്ങൾ, അന്തൽക്കമനാധരാധന റിയൽക്കമൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് വെള്ളങ്ങൾ മുക്കിക്കളയുവാൻ തക്കവണ്ണം വെള്ളങ്ങൾ പാഞ്ഞെടുക്കത്ത് വരുന്നത് പോലെ അന്തൽക്കമന ദൈവജനത്തിനെതിരെ ദൈവമക്കൾക്കെതിരെ കയറി വരുന്ന ദേശത്തിലെ ചില വ്യാപാരങ്ങൾ ഈ രാത്രി ആത്മാവിന്റെ തീയുടെ മുമ്പാകെ ദൈവവചനം തീ പോലെയും പാറെ തകർക്കുന്ന ചുറ്റികയായി വെളിപ്പെടട്ടെ. തീയെ ഇറങ്ങിച്ചെന്ന് ആ പൈശാചിക മേഖലകൾ അവൻ പദ്ധതികൾ ഒരുക്കുന്നതിന് മുമ്പ് അതിനെ ഉരുക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങി ചെല്ലുകയാണ്. തലമുറകൾക്കെതിരെ ആവാദിക്കുന്ന ഇരുളിന്റെ ശക്തികൾ അഴിയട്ടെ. ശത്രുവിന്റെ ആധിപത്യം ഉടഞ്ഞു മാറട്ടെ. ദൈവപ്രവർത്തി ഈ രാത്രിയിൽ വെളിപ്പെടുന്നതിന്, ദൈവത്തിന്റെ മഹത്വം ഈ രാത്രിയിലും ചലിച്ചുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നമ്മോട് കൂടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. എവിടെയെല്ലാം തള്ളപ്പെട്ടാലും ഒറ്റപ്പെട്ടാലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം കൂടെയുണ്ടെങ്കിൽ, കർത്താവ് കൂടെയുണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അവനെ പുറത്താക്കി, പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നറിഞ്ഞ ഉടനെ കർത്താവ് വന്ന് അവനെ കാണുവാനായിട്ടിടേ തോന്നുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മെ അറിയുന്ന ദൈവമാണ്, നമ്മെ കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയത്തിന്റെ ചെറിയ ചലനം പോലും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ദീർഘശ്വാസത്തിൽ ഉണ്ടാകുന്ന വിഷയത്തിൽ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് അറിയത്തില്ല, കൂടെ താമസിക്കുന്നവർക്ക് അറിയത്തില്ലായിരിക്കാം നാം നെടുവേർപ്പെടുമ്പോൾ, ദീർഘശ്വാസം ഇടുമ്പോൾ. എന്നാൽ അതിൻ്റെ അകത്തെ വിഷയം പോലും അറിഞ്ഞ് അതിന് മേൽ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അടകമന രിഗതകടകസി ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് അവർ ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ അടുത്തവർക്ക് കാണുവാൻ കഴിഞ്ഞത് കല്ല് സ്വതവേ നീങ്ങിയിരിക്കുകയാണ്. ദൂതനെ അയച്ച് ദൈവം മാറ്റിയിരിക്കുകയാണ്. ദൂതൻ ഇറങ്ങേണ്ടടുത്ത് ദൂതൻ ഇറങ്ങും. ഷബറബനദനസി ദൈവശക്തി വെളിപ്പെടേണ്ട മേഖല ദൈവശക്തി വെളിപ്പെട്ട് ആമേൻ ആമേൻ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില വായ്ത്തത്വങ്ങളെ കാണുവാൻ അനുവദിക്കാതെ വണ്ണം ബാധിച്ചു നിൽക്കുന്ന ശത്രു ഉരുട്ടി വെച്ചിരിക്കുന്ന വൻമലകൾ, കല്ലുകൾ ഈ രാത്രി ഉരുണ്ടു മാറട്ടെ. വചനത്തിന്റെ വെളിപ്പാടുകൾ ഈ രാത്രി അതിൽ കൂടെ വിടുതലുകൾ വെളിപ്പെടട്ടെ. ദൈവജനത്തിന് വിടുതലുകൾ വെളിപ്പെട്ട് വരട്ടെ. ആമേൻ, 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 ആമേൻ. പുതുവഴികൾ തുറക്കപ്പെടട്ടെ. ശത്രു അടച്ച വാതിലുകൾ, വഴികൾ ദൈവത്താൽ തുറക്കപ്പെടട്ടെ. നീതിമാനാണ് പ്രാർത്ഥിക്കേണ്ടത്. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഹല്ലേലൂയ. ചിലരാണെങ്കിൽ വളരെ ശക്തമായി പ്രാർത്ഥിച്ചിട്ട് അവസാനം പാപിയായ എൻ്റെ വലിയ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞായിരിക്കും അവസാനിപ്പിക്കുന്നത്. പ്രശ്നം ആമേൻ. വചനം വളരെ വ്യക്തമായി ശക്തമായി നമ്മോട് ഇടപെടുകയാണ്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവഭക്തന്റെ പ്രാർത്ഥന, ദൈവ ഇഷ്ടം ചെയ്യുന്ന ദൈവഭക്തന്റെ പ്രാർത്ഥനയാണ് കേൾക്കുക. ദൈവത്തിന് ഇഷ്ടം എന്താണ്? ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. കഴിഞ്ഞ പകലിൽ പരിശുദ്ധാത്മാവ് നൽകിയ ആ ആലോചനയിലേക്ക്, ദൂതിലേക്ക് വീണ്ടും ദൈവം നയിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ പദ്ധതി, ഏറ്റവും പ്രധാന ഇഷ്ടം, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മെക്കുറിച്ചുള്ള പദ്ധതി ശുദ്ധീകരണമാണ്, വിശുദ്ധിയാണ്. പ്രശ്നം ആമേ. അപ്പോൾ വിശുദ്ധിയോടെ ജീവിച്ച് ദൈവഭക്തനായിരുന്ന ഒരു നീതിമാന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. പ്രശ്നം ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് പോലും ദൈവം മറുപടി നൽകാതിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവിൽ പ്രാർത്ഥിക്കും. പ്രശ്നം ദൈവിക വ്യവസ്ഥയിലാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവിക ആലോചന പ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആ ദൈവഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. പ്രശ്നം എങ്ങനെയും പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടത്തില്ല. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തുള്ളൂ. ആമേൻ, ആമേൻ. അത് വളരെ ഫലിക്കണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ചെറിയ വിഷയമായാലും വലിയ വിഷയമായാലും കുഞ്ഞുങ്ങളായാലും
വിഷയങ്ങൾ മുമ്പിൽ ദൈവസേനയിൽ അടുത്ത് വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. 10 മിനിറ്റോ അരമണിക്കൂറോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ദൈവസേനയിൽ ഹൃദയത്തെ പകർന്ന് പ്രാർത്ഥിച്ചാൽ അതിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ച അനേക ദൈവമക്കളെ വേദോസത്തിൽ കാണാനായിട്ട് കഴിയും. നമുക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ഹന്നയാണ്. ഹന്ന എന്ന് പറഞ്ഞ മാതാവാണ്. പ്രൈസ് ശ്രദ്ധയോടുകൂടിയാണ് ഹന്ന പ്രാർത്ഥിച്ചത്. ഹന്നയുടെ പ്രാർത്ഥന വളരെ ശ്രദ്ധയുണ്ടായിരുന്നു. പ്രൈസ് ഹല്ലേലൂയ, ആമേൻ. ഹന്നയെക്കുറിച്ച് നമുക്കറിയാം. പെനീന വളരെയധികം ഹന്നയെ മുഷിപ്പിച്ചു. മക്കളില്ലായിരുന്നു, അതുകൊണ്ട് മുഷിപ്പിച്ചു. പ്രൈസ് ഹന്ന ആമേൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവാലയത്തിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥനയ്ക്കായിരിക്കുകയാണ്. പ്രൈസ് ഹല്ലേലൂയ. തന്റെ ഹൃദയം ദൈവസേന പകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ്. എന്നാൽ പുരോഹിതനായിരിക്കുന്ന ഏലിക്ക് ആമേൻ അവിടെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ്. കാരണം ഏലിയുടെ കണ്ണ് മങ്ങിയിരുന്നു. ആമേൻ. ദർശനം നഷ്ടപ്പെട്ട കാലമാണ്. പ്രൈസ്. ആമേൻ, ആമേൻ, ആമേൻ. ഏലി പറയുകയാണ്, നീ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ്. പ്രൈസ്. ആമേൻ, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ്. അപ്പോൾ ഹന്ന എന്താണ് പറഞ്ഞത്? പ്രൈസ്. അവിടെ പ്രാർത്ഥനയിൽ ഏകാഗ്രത നഷ്ടപ്പെട്ടില്ല. അവൾ ഒരു വാക്ക് പറഞ്ഞു, യജമാനനെ എന്നാണ് വിളിച്ചത്. ആമേൻ, ആമേൻ. തിരിച്ച് ദോഷമായിട്ടൊന്നും പ്രതികരിക്കാതെ, ദേഷ്യത്തിനൊന്നും പ്രതികരിക്കാതെ, ആമേൻ, ആമേൻ, യജമാനനെ, എന്നെ ഒരു നീച സ്ത്രീയായിട്ട് കാണരുതേ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. എൻ്റെ വിഷയത്തിന്റെ ആധിക്യം, പ്രൈസ്, വിഷയത്തിന്റെ ഗൗരവം നിമിത്തം എൻ്റെ ഹൃദയം ദൈവത്തിന് പകരുകത്രേ ചെയ്തത്. ഓ ഷാബറബന ഹസി. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശ്രദ്ധ മാറ്റേണ്ടതിന് വിവിധ നിലവാരത്തിൽ പ്രതിസന്ധികൾ ഉയർന്നു വരാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് തന്നെ ഉയർന്നു വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥനയിൽ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ദൈവിക വിടുതലുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അവിടെ നാം വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് വാടിയ മുഖത്തോടെയാണ് ഹന്ന കടന്നു വന്നത്. പ്രൈസ്. വളരെ മനോവിഷമത്തോടു കൂടിയാണ് അവൾ വന്നത്. എന്നാൽ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ അവളുടെ വാടിയ മുഖം മാറി. പ്രൈസ്. അവളുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. പ്രൈസ്. പിന്നത്തേതിൽ അവൾ പറയുകയാണ്, പിന്നത്തേത് വചനം ആലോചന വളരെ വ്യക്തമായി ദൂത് വിളിച്ച് പറയുകയാണ്, പിന്നെ അവളുടെ മുഖം വാടിയില്ല. ആമേൻ. അവളുടെ മുഖം വാടുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. കാരണം അവളുടെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയായിരുന്നു. പ്രൈസ്. വേറൊരു മനുഷ്യനുണ്ട്, നമുക്കറിയാം. ദാനിയേൽ പ്രാർത്ഥിച്ചു. പ്രൈസ്. രേഖ എഴുതിയിരിക്കുന്നു അറിഞ്ഞപ്പോൾ താൻ ദിവസവും ചെയ്തു വരുന്നത് പോലെ തന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേം ദേവാലയത്തിന് നേരെ തുറന്നു വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രൈസ്. അതിലും ശ്രദ്ധയുണ്ടായിരുന്നു. പ്രൈസ്. ഹല്ലേലൂയ. ശലോമോൻ രാജാവ് യെരൂശലേം ദേവാലയം പണിത് അത് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഒരു പദം ഇങ്ങനെ പറഞ്ഞു. പ്രൈസ്. ആമേൻ. ഏത് മനുഷ്യനായാലും ഒരു ദൈവപൈതൽ, പ്രൈസ്, ആമേൻ, അവന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, ആമേൻ, ഇസ്രായേൽ ദേശത്തിനകത്തിരുന്നായാലും, പ്രൈസ്, മറ്റൊരു അന്യദേശത്തിരുന്നായാലും, ആമേൻ, അവിടെ ഇരുന്നും യെരൂശലേം ദേവാലയത്തിന് നേരെ നോക്കി പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് അവിടെ നിന്ന് മറുപടി നൽകണമേ. ഇത് ബാബേലിൽ അടിമയായി പിടിച്ചു കൊണ്ടുപോയ ആമേൻ ദാനിയേലിനെ ഈ ആമേൻ ദൂത്, ഹല്ലേലൂയ, ആ പ്രാർത്ഥന വിഷയം ആമേൻ പ്രതിഷ്ഠിച്ചപ്പോൾ പറഞ്ഞ ആ പദം ആമേൻ ദാനിയേലിന് ഓർമ്മ വന്നു. പ്രൈസ്. ഹല്ലേലൂയ. അവന്റെ ഒരു ബുദ്ധിമുട്ട് ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ആ വചനത്തെ അവൻ മുറുകെ പിടിച്ചിട്ട്, പ്രൈസ്, തന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേം ദേവാലയത്തിന് നേരെ തുറന്നു വെച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നമ്മളാണ് ചിന്തിക്കും, 30 ദിവസത്തേക്ക് രാജാവിനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റു ഒരു ദൈവത്തെ സേവിക്കാനോ ആരാധിക്കുവാനോ പാടില്ല. പ്രൈസ്. രഹസ്യമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തെ ആരാധിക്കാം. മറ്റുള്ളവർ കാണത്തക്കവണ്ണം രാജാവിനെ ബഹുമാനിക്കാം. പ്രൈസ് എന്ന് ചിന്തിക്കും. പ്രൈസ്. എന്നാൽ ദാനിയേൽ അങ്ങനെ ചെയ്തില്ല. അതാണ് ഒരു ദൈവത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. പ്രൈസ്. ഏത് പ്രതിസന്ധികളിൽ ഉറപ്പോടെ നിൽക്കും. ഓ ഷാബറബനസി അംദൽ ഖബനാധരാധന. ഈ കാലഘട്ടങ്ങളിൽ പലരും ദൈവത്തിന് അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിസ്സാര വിഷയങ്ങളുടെ മധ്യത്തിൽ പലരും ശത്രുപോകൻ പിന്മാറ്റത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ റഷസി ഈ ദേശത്തിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക തലം അടിച്ചു മാറട്ടെ. റിഗന ഹദന റിയൽ ലെറ്റസിക്കോറുപോലെ ദൈവകൃപയെ നിൽക്കുന്നവരെ തന്നെ വീഴ്ത്തിക്കളയേണ്ടതിനാ ഉയർന്നു വരുന്ന പൈശാചിക ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. അടകമന രിഗതഘടകത്തുനി അന്തൽക്കമന ദൈവകൃപയെ നിൽക്കുന്നവരെ തന്നെ ഓടിച്ചു കളയേണ്ടതിന്, അവരില്ലാതാക്കേണ്ടതിന്, അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരേണ്ടതിന് വേണ്ടി, കഷ്ടതകൾ വരുത്തേണ്ടതിന് വേണ്ടി കാത്തു നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ഈ രാത്രി കീഴടങ്ങട്ടെ. ഓ ഷാബാറാബൻ അവന്റെ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി തകർന്നു മാറട്ടെ. മന ശിഖ മന അർത്ഥ രാജ വൈഡ ഖാര ധാര ഹസ്ത രാജ വൈഡ മന
ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. ശ്രദ്ധയോടുകൂടെയുള്ള പ്രാർത്ഥന ആയതുകൊണ്ട് പ്രതിസന്ധികളെ താൻ തരണം ചെയ്ത് ദൈവസനെ പ്രാർത്ഥിച്ചു. ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടെ ഉള്ളതാണെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെട്ട് വരും. പ്രതിസന്ധികളിൽ ജയമുണ്ട്. പ്രതിസന്ധികളിൽ വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടെയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ച ഒന്നാമത്തെ ആലോചന ഇതാണ്. ആരാണ് പ്രാർത്ഥിക്കേണ്ടത്? നീതിമാനാണ് പ്രാർത്ഥിക്കേണ്ടത്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. രണ്ടാമത് നാം ചിന്തിച്ചത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ശ്രദ്ധയോടുകൂടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ശ്രദ്ധയോട് പ്രാർത്ഥിച്ചാലേ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധയോടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒന്നാമത് നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ മാത്രം നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയാണ് വളരെ ഫലിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. നാം ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ. ആവർത്തനം 28:1 വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭൂതലത്തുള്ള സകല ജാതികളും വെച്ചും ഞാൻ നിന്നെ ഉന്നതനാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്താൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ നിന്നും നിന്നെ ഉന്നതനാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാക്ക് നമ്മൾ എങ്ങനെയാക്കണം? ശ്രദ്ധയോടെ കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്ക് നമ്മൾ ശ്രദ്ധയോടെ കേട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇസ്രായേലിൽ ഇസ്രായേൽ ജനമായിരുന്നപ്പോൾ അവരെ വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കൂട്ടം ജനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുരുഷന്മാരുടെ സംഖ്യ മാത്രം 6 ലക്ഷമാണ്. പ്രൈസ് ദി ലോർഡ്. ലക്ഷക്കണക്കിന് ജനം നിൽക്കുമ്പോഴാണ് ദൈവം മോശയിൽ കൂടെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ കനാൻ നാട്ടിൽ എത്തിക്കാം. പ്രൈസ് ദി ലോർഡ്. പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ ഞാൻ നിങ്ങളെ എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വാക്കാണ് മോശയിൽ കൂടെ ദൈവം അരുളി ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വാക്ക് ശ്രദ്ധയോടെ കേട്ടത് 2 വ്യക്തികൾ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെയാണ്? കാലേബും യോശുവയാണ്. പ്രൈസ് ദി ലോർഡ്. കാലേബും യോശുവയും ഒഴികെയുള്ളവർ ഈ വാക്ക് ശ്രദ്ധയോടെ കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധയോടെ അവർ കേട്ടിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവർക്കും കനാൻ നാട്ടിൽ എത്തിച്ചേരാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചവരിൽ കാലേബും യോശുവയും ഒഴികെ ബാക്കി ആർക്കും കനാൻ നാട്ടിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഓരോ ഗോത്രത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് കാദേശ് ബർണയിൽ വെച്ച് മോശ കനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി അയച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവരുടെ കൂട്ടത്തിൽ 12 ഗോത്രമുണ്ട്. അതിൽ കാലേബും യോശുവയും കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാക്കിയുള്ള 10 പേർ വന്ന് പറഞ്ഞു, കനാൻ ദേശം മനോഹര ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. പാലും തേനും ഒഴുകുന്ന ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ദേശം നമുക്ക് അവകാശമാക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മിസ്രൈമിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ കനാൻ നാട്ടിൽ എത്തിക്കാമെന്നുള്ള ദൈവത്തിന്റെ വാക്ക് വളരെ ശ്രദ്ധയോടെ കേട്ട കാലേബും യോശുവയും പറഞ്ഞു. ആമേൻ, ആമേൻ. 10 പേർ വന്ന് ജനത്തിന്റെ ഹൃദയത്തെ ഉരുക്കിയപ്പോൾ, ജനത്തെ പിന്മാറ്റത്തിലേക്ക് തിരിച്ചപ്പോൾ, ദൈവത്തിന് അകറ്റിയപ്പോൾ 2 പേർ പറഞ്ഞു അവിടെ അനാക്യ മല്ലന്മാർ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ദേശം അവകാശമാക്കുവാൻ കഴിയും. ഓ റാബ ശബ റാബ രാധാരാധന. ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട്, ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ദൈവം പറഞ്ഞത് നിനക്ക് വേണ്ടി നിവർത്തിക്കുവാൻ, ചിലർ അവകാശമാക്കുവാൻ, ചിലർ പ്രാപിച്ചെടുക്കുവാൻ നിനക്ക് കഴിയുമെന്ന് ഈ പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഈ ദൂത് ദൈവിക ആലോചന ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവ സതി വ്യാപരിക്കട്ടെ. അനാക്യ ശലികൾ, അനാക്യ വ്യാപാരങ്ങൾ ഈ രാത്രി മുട്ടുവരയ്ക്കുകയാണ്. ചിലതിന്റെ അടിസ്ഥാനം ഈ രാത്രി ഇളകുകയാണ്. ഓ ശാപരബനാഥന. കർത്താവിന്റെ വാക്ക് ശ്രദ്ധയോട് കേട്ട
ദൈവം വാക്ക് ശ്രദ്ധയോട് കേട്ടാൽ ഹല്ലേലൂയ ചിലത് നമുക്ക് അവകാശമാക്കുവാൻ കഴിയും. ഈ ദൂത് ദൈവാത്മാവ് നൽകുമ്പോൾ ഞാൻ വളരെ ആത്മാവിൽ ആ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ വിടുതൽ ഇതിനകത്ത് വെളിപ്പെടട്ടെ, ഈ ദേശത്തിൽ വെളിപ്പെടട്ടെ. ചിലർ അവകാശമാക്കുവാൻ ചില അനാഖ്യ ശല്യകൾ മല്ലന്മാർ എന്ന് പറയുന്നവർ ഈ രാത്രി മുട്ടുമടക്കേണ്ടതിന് നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട്, നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് ഘടകത്തിന് അവകാശമാകട്ടെ, ചിലർ അവകാശമാക്കട്ടെ. കാൽ വച്ച ദേശം നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരാമെന്ന് യോശുവയോട് ദൈവം പറഞ്ഞെങ്കിൽ ആണ്ടുകൾ കഴിഞ്ഞിട്ടും ആ ദൂതിന് മാറ്റമില്ലാതെ ദൈവം നിവർത്തിച്ചുവെങ്കിൽ പ്രവൃത്തിയിൽ ശക്തനാ ദൈവം, ആലോചനയിൽ വലിയവനാ ദൈവം. തന്റെ മഹത്വം വെളിപ്പെടുത്തട്ടെ. ശ്രദ്ധയോടെ കേട്ടവർക്ക് അത് അവകാശമാക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. യോശുവയുടെ ദൈവം പറഞ്ഞു ഹല്ലേലൂയ ആമേൻ. ഈ നല്ല വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ 10 പേർ വന്ന് ജനത്തിന്റെ ഹൃദയത്തെ ഉരുകുമാറാക്കി. ആമേൻ. ജനത്തെ ദൈവത്തിന് അകറ്റി. ദൈവത്തിന് ഭൂരിപക്ഷമല്ല ആവശ്യം, ഒരു വ്യക്തി മതി, ഒരാൾ മതി. ആമേൻ. കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവനെ ഉപയോഗിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അവനിൽ കൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. സർവശക്തനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ ആമേൻ. രണ്ടുപേർ പറഞ്ഞു ദൈവത്താൽ സാധ്യമായി തീരും, ദൈവം പറഞ്ഞത് നിവർത്തിക്കും. ആമേൻ. അതുകൊണ്ട് യോശുവയെ ദൈവം മോശയ്ക്ക് ശേഷം നായകനായിട്ട് ദൈവം ഉയർത്തി. അവനോടൊരു വാക്തത്വം പറഞ്ഞു, നീ കാൽ വച്ച ദേശം നിനക്ക് നിന്റെ സന്തതിക്കും അവകാശമായി തരും. ഹല്ലേലൂയ ആമേൻ. വർഷങ്ങൾ കഴിഞ്ഞു, 45 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ ദൂത് യോശുവയുടെ മേൽ നിവർത്തീകരിക്കപ്പെട്ടത്. ഹല്ലേലൂയ ആമേൻ. 40-ാമത്തെ വയസ്സിൽ ദൂത് ദൈവം പറഞ്ഞെങ്കിൽ 85 വയസ്സായപ്പോൾ ഇസ്രായേൽ ദേശത്തിൽ, കനാൻ ദേശത്തിൽ ഇസ്രായേൽ ജനം എത്തിച്ചേർന്നപ്പോൾ യോശുവ കാലേബ് ആ ദൂത് മറന്നില്ല. കാലേബ് ആ ദൂത് മറന്നില്ല. കാലേബ് പറയുകയാണ്, അന്ന് യോശുവയുടെ ഇപ്പോൾ നായകനായിരിക്കുന്ന നിന്നെ എന്നെ കുറിച്ച് കാദേശ് ബർന്നേൽ വെച്ച് ദൈവപുരുഷനായിരിക്കുന്ന മോശ പറഞ്ഞ് നീ ഓർക്കുന്നുണ്ടല്ലോ, എന്നോട് ദൈവം പറഞ്ഞു ഹല്ലേലൂയ നീ കാൽ വെച്ച ദേശം നിനക്ക് നിന്റെ സന്തതിക്കും അവകാശമായി തരും. ആമേൻ. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. ദൂത് പറഞ്ഞത് 45 വർഷത്തിന് മുമ്പാണ്. എനിക്ക് അന്നത്തെ ആരോഗ്യം ഇന്നുമുണ്ട്. പടവെട്ടുവാനും പടയ്ക്ക് പോകുവാനും എനിക്ക് ശക്തിയുണ്ട്. അവിടെ അനാക്യ മല്ലന്മാർ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ അവിടെയും കാലേബ് പറയുകയാണ്, ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ആ ദേശത്തെ അവകാശമാക്കും. അങ്ങനെ ഹെബ്രോൻ മല കാലേബിനും അവന്റെ കുടുംബത്തിനും സന്തതിക്കും അവകാശമായി ദൈവം കൊടുത്തു. മോശയുടെ കാലശേഷം യോശുവയെ നായകനായിട്ട് ദൈവം ഉയർത്തി. കാലേബിന് അവൻ കാൽ വെച്ച ദേശം അവകാശമായി ദൈവം കൊടുത്തു. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ച ഭാഗം കാലേബ് ഇത് ചെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ യോശുവയുടെ നേതൃത്വത്തിൽ അനേക ഗോത്രങ്ങൾക്കും കുടുംബങ്ങൾക്കും അവർക്കായിട്ടുള്ള അവകാശങ്ങൾ വിഭാഗിച്ചു കൊടുത്തു. എന്നാൽ 45 വർഷങ്ങൾക്ക് മുമ്പ് കാലേബ് കാൽ വെച്ച ദേശം മറ്റാർക്കും കൊടുക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അവന് വേണ്ടി ദൈവം മാറ്റിയിട്ടിരുന്നു. ഈ പകലിൽ രാത്രി പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. ദൈവം നിന്നെ ഒരു സ്ഥലത്ത് കാലെടുത്ത് വയ്ക്കുവാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ചിലരോടുള്ള ശക്തമേറെ ദൂതാണിത്. ദൈവിക ആലോചനകളാണ്. അതിനെ തൊടുവാൻ മറ്റാരെയും അനുവദിക്കത്തില്ല. നിനക്ക് അവകാശമുള്ളത് നിനക്ക് അവകാശമായി ദൈവം മാറ്റിയിട്ടിരിക്കുന്നത് നിനക്കായി തന്നെ അത് ഒരുക്കിയിട്ടുള്ളതാണ്. അതിനെ കെട്ടിവയ്ക്കുവാൻ ഒരു ശക്തികൾക്ക് കഴിയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഉപവസിക്കുന്ന ദൈവമേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നന്മകൾ അവകാശങ്ങൾ ഈ രാത്രിയിൽ പ്രാപിക്കുന്ന രാത്രിയായി തീരട്ടെ. ദൈവിക നന്മകൾ പ്രാപിക്കുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ ആമേൻ. യോശുവയുടെ ദൈവം എന്താണ് പറഞ്ഞത്?
ആമേ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. ഓ ഷാബാറാബ, ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ, ദൈവവാക്ക് ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ ആമേൻ ആമേൻ അവൻ വിലയേറിയവനായി തീരും. അവൻ ഉന്നതനായി ദൈവനെ മാറ്റും. റാഷസി അന്തൽ കബരാധരാധന അടകവന രിഗനഘടകസി അർത്ഥരാധന. കാലേബിനെ കുറിച്ച് ദൈവം പറയുക, അവൻ വേറൊരു സ്വഭാവമുള്ളവനാണ്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം അവരെ വ്യത്യസ്തരായി കണ്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം എന്താണ്? കർത്താവിന്റെ വാക്ക്, ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടു. നാമും കേൾക്കുന്ന വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ അതിന്റെ പിന്നിൽ വിടുതലുണ്ട്. ആമേൻ ആമേൻ. ദൈവത്തിന്റെ വാക്ക് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധയോടെ ആയിരിക്കണം. ദൈവവചനം കേൾക്കുന്നത് ശ്രദ്ധയോടെ കേട്ട് അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എന്നാൽ അതിന്റെ വിടുതൽ സംഭവിച്ചിരിക്കും. നമ്മോട് ദൈവം പറഞ്ഞ ദൂതുകൾ ആലോചന ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഈ ആഴ്ച നമുക്ക് ഓർമ്മ കാണത്തില്ല. കാലേബിനോട് ദൈവം പറഞ്ഞത് 45 വർഷമായിട്ട് കാലേബ് മറന്നില്ല. അവനറിയാം ദൈവമാണ് പറഞ്ഞതെങ്കിൽ അത് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം സർവശക്തനാണ്. ദൈവം ഒരിക്കലും വെറും വാക്ക് പറയത്തില്ല. ഹല്ലേലൂയ. ഈ രാത്രി നമ്മൾ അത് വിശ്വസിക്കണം. ദൈവം ഒരിക്കലും പാഴ്വാക്കുകളൊന്നും പറയത്തില്ല. ഹല്ലേലൂയ. ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ ദൈവം നമ്മെ കണ്ടെങ്കിൽ, ദൈവം നമ്മെ അറിഞ്ഞുവെങ്കിൽ, ദൈവം നമ്മെ പേര് ചൊല്ലി വിളിച്ചെങ്കിൽ ദൈവം പറയുന്ന വാക്കുകൾ ഒന്നും വൃഥാ വാക്കുകളായി തീരുകയില്ല. ഓ ഷബറബന ഹസി അംദൽ കമനാധരാധന. ഈ രാത്രിയിൽ വീണ്ടും പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവം നമ്മോട് കാണിച്ച ദൈവിക ദൂതുകൾ, ആലോചനകൾ, ദർശനങ്ങൾ, വെളിപ്പാടുകൾ ഒന്നും വൃഥാവായി തീരുകയില്ല. അതിന്റെ പൂർത്തീകരണത്തിലെത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അതിന്റെ പൂർത്തീകരണത്തിലെത്തിക്കുവാൻ ദൈവം സർവശക്തനാണ്. ഈ രാത്രിയിലും ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ ശക്തിയുള്ള കരം ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വെളിപ്പെട്ട് വരട്ടെ. സെക്കര്യാവിനോട് ദൈവം ഇടപെട്ടതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നാളുകളായി നീ അനുഭവിക്കുന്ന നിന്ന ഉരുണ്ട് മാറേണ്ടതിന്, നിന്നകൾ മാറിപ്പോകേണ്ടതിന്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ള ദൈവശബ്ദം ഈ രാത്രി ചിലർ കേൾക്കുന്ന രാത്രിയായി തീരട്ടെ. അവിശ്വാസത്തിന്റെ വാക്യം കാതുകൾ പറയുമ്പോൾ ആമേൻ ആമേൻ. പ്രാർത്ഥന ശ്രദ്ധയോടെ കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവ സാന്നിധ്യം, ദൈവശക്തി ഈ രാത്രിയിലും വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്വതം. കർത്താവിന്റെ വാക്ക് നമ്മൾ എങ്ങനെ കേൾക്കണം? ശ്രദ്ധിച്ച് കേൾക്കണം. പുറപ്രവസത്തിലേക്ക് വരുമ്പോൾ 23:20 വായിക്കുമ്പോൾ, ഇതാ വഴി നിന്നെ കാക്കേണ്ടത്, നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതിനും ഒരു ദൂതനെ നിന്റെ മുമ്പായി അയക്കും. അവന്റെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം. ആ ദൂതനോട് നീ വിഘടിക്കരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ശക്തമേറിയ ഒരു ദൈവിക ദൂതാണ്, ആലോചനയാണ്. ദൂതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂതനുണ്ട്. സഭയുടെ അധ്യക്ഷൻ, സഭയുടെ പാസ്റ്റർ ദൈവമാക്കിയിരിക്കുന്ന ദൂതനാണ്. ഹല്ലേലൂയ. ദൂതുവാഹിയായി വരുന്ന അഭിഷക്തന്മാർ ദൂതന്മാരാണ്. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ഓരോ വാക്കിലും അതിൻ്റെ മഹത്വമുണ്ട്, മാന്യതയുണ്ട്, അതിൻ്റെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വാക്കായിട്ട് അത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ വിടുതൽ സംഭവിച്ചിരിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ ആമേൻ. അവരോട് വിഘടിക്കരുത്. ശ്രദ്ധയോട് കേട്ട് കഴിഞ്ഞാൽ, അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ ഞെരുക്കുന്ന ശക്തിയെ ദൈവം ഞെരുക്കും. അല്ലെ, നിന്നെ പകയ്ക്കുന്ന ശത്രുവിനെ ദൈവം പകയ്ക്കും. ഇന്ന് നമ്മെ പകയ്ക്കുന്ന, ഞെരുക്കുന്ന ചില ശക്തികളുണ്ട്, അതിനെ ദൈവം ഞെരുക്കും, ദൈവം പകയ്ക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഓ ഷാബറമന. എത്ര ശ്രമിച്ചിട്ടും മുന്നേറുവാൻ കഴിയാതെ വണ്ണം ഞെരുക്കി ഒതുക്കുന്ന ചില മേഖലകൾ ദൈവാത്മ വെളിപ്പെടുത്തുകയാണ്. ചിലരെ ആത്മീക തലത്തിൽ മുന്നേറുവാൻ, വളരുവാൻ വിടാതെ വണ്ണം റാഷമന ഹസി അന്തൽ കമന
ഭവനത്തിൽ പ്രാർത്ഥന പോലും, ഭവന പ്രാർത്ഥനകൾ പോലും ശരിക്ക് ആരാധിക്കുവാൻ, പ്രാർത്ഥിച്ച് ഉയരുവാൻ കഴിയാതെ വണ്ണം ഞെരുക്കി ഒതുക്കി വച്ചിരിക്കുന്ന ചില മേഖലകൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. റബനാഥരാധന ആഗ്രഹിക്കുന്നെങ്കിലും ശരിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ആരാധിക്കുവാൻ കഴിയുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, എന്നാൽ അതരം തുറന്ന് ശരിക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ വണ്ണം ഞെരുക്കി ഒതുക്കി വച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങൾ ഈ രാത്രി പൊട്ടിമാറട്ടെ. റഷസി അന്തൽ കമന, നമ്മെ ഞെരുക്കുന്ന ശത്രുവിനെ ദൈവം ഞെരുക്കുന്ന രാത്രിയാ തീരട്ടെ. നമ്മെ പകയ്ക്കുന്ന അന്ധകാര മണ്ഡലത്തെ ദൈവം പകയ്ക്കുന്ന രാത്രിയാ തീരട്ടെ. ഈ രാത്രി ദൈവജനത്തിന്മേൽ വിടുതൽ വെളിപ്പെട്ട് വരട്ടെ. വിശ്വാസത്താൽ ആത്മദൃഷ്ടിയിൽ കാണുക. ചില ശത്രു മണ്ഡലം ഈ രാത്രി ഞെരുങ്ങി മാറുകയാണ്. അവൻ കീഴടങ്ങുകയാണ്. അവന്റെ ആധിപത്യങ്ങൾ തകർന്നു മാറുകയാണ്. ദൈവമക്കൾ സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കേണ്ടതിന്, ദൈവത്തെ സ്തുതിക്കേണ്ടതിന് ഈ രാത്രി വിടുതൽ പ്രാപിച്ചു പുറത്തു വരികയാണ്. താഴോട്ട് വായിച്ചു വരുമ്പോൾ വളരെ കാര്യങ്ങളുണ്ട്. ഒരു ഭാഗം കൂടെ നമ്മൾ ചിന്തിക്കും. 26-ാമത്തെ വചനം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ കർത്താവിന്റെ വാക്ക് നീ ശ്രദ്ധിച്ച് കേട്ടാൽ നിന്റെ ആയുഷ്കാലം നീ പൂർത്തിയാക്കും. ആയുഷ്കാലം പൂർത്തിയാക്കും എന്ന് പറഞ്ഞാൽ ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ ദൈവമാക്കുമ്പോൾ അവൻ എത്ര ആയുസ് ജീവിച്ചിരിക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. പ്രശ്നം എന്നാൽ ഇതിന്റെ ഇടയിൽ നശിപ്പിക്കേണ്ടതിന്, അപകടങ്ങൾ വരുത്തേണ്ടതിന്, ഒതുക്കേണ്ടതിന് ശത്രു കയറി വരും. പ്രശ്നം ആക്സിഡന്റ് ശക്തികൾ, വ്യാപാരങ്ങൾ ശത്രു തൊടുത്തുവിടും. പ്രശ്നം എന്നാൽ അതിനൊന്നും ദൈവം അനുവദിക്കാതെ വണ്ണം നിന്റെ ആയുഷ്കാലം നീ പൂർത്തിയാക്കും. പ്രശ്നം ദൈവവാക്ക് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം, ദൈവത്തെ ആരാധിക്കേണ്ടത് ശ്രദ്ധിച്ചായിരിക്കണം. പ്രശ്നം ഹല്ലേലൂയ. അപ്പോൾ 26-ാം അധ്യായം 7 മുതൽ വചനം വായിക്കുമ്പോൾ നമ്മുടെ 12 പിതാക്കന്മാർ രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിച്ചതമായ വാഗ്ദത്തം. രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിച്ചതമായ വാഗ്ദത്തം. ഹല്ലേലൂയ. അപ്പോൾ ആരാധനയും ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. ആരാധനയിൽ ശ്രദ്ധയില്ല എങ്കിൽ ആരാധിക്കേണ്ട കർത്താവിനെ ആരാധിച്ചില്ലെങ്കിലും അതും ശിക്ഷയായി തീരും. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കേണ്ടത് അതിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ചില്ല എങ്കിൽ ദൈവത്തിന് ശിക്ഷ ഉണ്ടാകും. ആവർത്തന പുസ്തകം പഠിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനത്തിന്റെ ഉയർച്ച ഹേതുവായി, സകല സമ്പത്തിന്റെ സമൃദ്ധി ഹേതുവായി നല്ല ഹൃദയ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് എന്ത് ദൈവം ചെയ്തു? ഒരു ഇരുമ്പ് നുക അവിടെ ചുമലി വെച്ച് കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നന്മ നൽകിയത്, ഉയർച്ച നൽകിയത്. വളരെ ശൂന്യതരായിരുന്ന ദൈവജനത്തെ ദൈവം അനുഗ്രഹിച്ചു. ആവർത്തന പുസ്തകം നമ്മൾ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ദൈവജനത്തിന്റെ ഇടയിൽ സംഭവിച്ചത് എന്താണ്? സകല വസ്തുക്കളുടെ സമൃദ്ധി ഹേതുവായി ദൈവത്തെ ആരാധിക്കുവാൻ അവർ മടി കാണിച്ചു. ഹല്ലേലൂയ. നല്ല ഹൃദയ സന്തോഷം ആരാധിക്കുന്ന നിർബന്ധത്താൽ ആരാധിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിർബന്ധത്താലുള്ള ആരാധന ഒരിക്കലും ദൈവം അംഗീകരിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവം അതിനെ പഠിപ്പിക്കുന്നു, നല്ല ഹൃദയ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം. ഷബറബന ഹർത്തരാജ. ദൈവത്തെ ആരാധിച്ചില്ല എങ്കിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള നിലവാരത്തിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരണം. ഹല്ലേലൂയ. സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് അവിടെ ആരാധന മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് വേണ്ടി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്, ശ്വസിക്കുന്നത് നമ്മൾ അറിയാതെ ശ്വസിക്കുകയാണ്, അല്ലേ? ഹല്ലേലൂയ. നമുക്ക് ശ്വസിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇവിടെ ഇല്ല. അതുപോലെയാണ് നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും അവിടെ ആരാധനയേ ഉള്ളൂ. നമ്മൾ അറിയാതെ ഇവിടെ ശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് പോലെ അവിടെ നമ്മൾ ആരാധിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കും. ദൈവ സാന്നിധ്യത്തിലായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഉത്സാഹത്തോടെ ആരാധിച്ചാൽ, നല്ല ഹൃദയ സന്തോഷത്തോടെ ആരാധിച്ചാൽ മാത്രമേ അവിടെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, അവിടെ എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. നിത്യത നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആരാധന ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം, ശ്രദ്ധയോടെ ആരാധിക്കണം. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കേണ്ടത് ശ്രദ്ധയോടെ ആയിരിക്കണം, പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധയോടെ ആയിരിക്കണം, ആരാധിക്കുന്നത് ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. പിശാച് പല തന്ത്രങ്ങൾ പ്രയോഗിക്കുവാനായിട്ട് ഇടത്തിൽ ശത്രുക്ക് മേശ അബേദ്രഹോമിന് മുമ്പിൽ ഇസ്രായേൽ ജനത്തിനു മുമ്പാകെ, ദൈവജനത്തിനു മുമ്പാകെ വലിയൊരു ബിംബം ഉണ്ടാക്കിയിട്ട് നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇതിനെ നമസ്കരിക്കണം. പിശാചിന്റെ തന്ത്രമാണ്. ഹല്ലേലൂയ. അവിടെ പിടിച്ചു നിന്ന ആ ദൈവഭക്തന്മാരായ ബാലന്മാർ, ഹല്ലേലൂയ, അവർ പറഞ്ഞു, അല്ലയോ നെബൂഖദ്നേസർ രാജാവേ, ഇതിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ല എങ്കിലും നീ നിർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ആ ഒരു ഉറച്ച തീരുമാനം ആരാധന നമുക്കുണ്ടായിരിക്കണം. റീബാന ഷന്തൽ ഖരാദിയ ലെറ്റസ്.
സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആരാധനയിൽ മാറ്റം വരുത്തുവാൻ പാടില്ല. ആ ദാനിയേൽ ഉറപ്പോടെ നിന്നതുപോലെ ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഒരു ദൈവിക അനുഗ്രഹം നമുക്കുണ്ട് എങ്കിൽ വിരോധികൾ എഴുന്നേൽക്കും. ഹല്ലേലൂയ. വായ്ത്തത്വമുള്ളവനെ തളർത്തുവാനാണ്, തകർക്കുവാനാണ് പിശാച് എഴുന്നേൽക്കുന്നത്. ഒരു വായ്ത്തത്വം ഇല്ലെങ്കിൽ യാതൊരു വിഷയവും കാണില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവിക പദ്ധതിയിൽ നമ്മൾ ഇല്ല എങ്കിൽ വിഷയങ്ങൾ ഒന്നും കാണത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മെക്കുറിച്ച് വലിയ വായ്ത്തത്വങ്ങൾ, പദ്ധതികൾ ഉള്ളത് കൊണ്ടാണ് ചില പ്രതിസന്ധികളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ അതിൽ ഉറപ്പോടെ നിൽക്കുകയാണെങ്കിൽ ദൈവപ്രവൃത്തി കാണുവാനായിട്ട് കഴിയും, ദൈവിക വിടുതൽ അനുഭവിക്കുവാനായിട്ട് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. റിബന ഹദനരികജഘടകസി അംദൽക്കമന. നാളുകൾ ഉറപ്പോടെ നിന്ന് കഴിഞ്ഞാൽ ചില ദൈവപ്രവൃത്തികൾ ജീവിതത്തിന്മേൽ വെളിപ്പെട്ട് വരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. റിബനഘടകസി. ജീവിതത്തിന്റെ മേഖല ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. റബനഘടകസി. എന്തുകൊണ്ട് അത് സംഭവിച്ചു, അല്ലെങ്കിൽ അത് പ്രാപിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അടയാ മനിയ സന്തൽ കവരം ദൂര ശൈതല്ലറ്റസ് ഉറപ്പോടെ നിന്നാൽ, വിശ്വസ്തയോടെ ദൈവസേനയിൽ നിന്ന് കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. അടകാ മനിയ സന്തൽ കവനം ദൂര ശൈതല്ലറ്റസ്. പലപ്പോഴും ശരിക്കും ആരാധിച്ച് മുന്നേറുവാൻ കഴിയാതെ വേണം, പ്രാർത്ഥിച്ചു വരുവാൻ കഴിയാതെ വേണം, ഭവനത്തിനകത്ത് പോലും ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം റിബനഘടകസി ഞെരുക്കുന്നവര് പൈശാചിക മേഖലയെ ഞാൻ ആത്മാവിൽ അറിയുന്നു. റിബനഘടകസി അർത്ഥലറ്റസി. ഭവനത്തിനകത്ത് ആരാധന വെളിപ്പെടേണ്ടതായിട്ടുണ്ട്, ആരാധന ഉയരേണ്ടതായിട്ടുണ്ടെന്ന് ദൈവാത്മ വളരെ ശക്തമായി ഇടപെടുന്നു. അടകമന അന്തൽക്കമന റിയൽ ലെറ്റസി. തകർക്കേണ്ടതിന് കഴിഞ്ഞ നാളുകളിൽ ചില പൈശാചിക മേഖലകൾ ജീവിതത്തിനെതിരെ ഉയർന്നു വന്നപ്പോൾ അടകാമനിയ സന്തൽക്കമനം, ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനകൾ കണ്ണുനീരാണ് ഇന്നയോട് നിർത്തിയിരിക്കുന്നത്. റിബനഘടകസി അന്തൽ കമനാധരാധന അർത്ഥൽ കമന കോട്ടയായി. ആമേൻ ആമേൻ ആമേ. ഭവനത്തിന് ചുറ്റും, വ്യക്തികൾക്ക് ചുറ്റും കോട്ടയായി ദൈവസാന്നിധ്യം വെളിപ്പെട്ടതായി ആത്മാവ് ആലോചന അറിയിക്കുകയാണ്. റിബനഘടകസി അർത്ഥൽ കമന. എന്നാൽ ഈ നാടുകൾ വീണ്ടും ഒന്നും കൂടെ ഉണരുക. ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടട്ടെ. ഞെരുക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ വ്യാപാരങ്ങളെ പൊട്ടിച്ചു മുന്നേറേണ്ടതിന് അടകമന ദിഗതഘടകസി കിട്ടുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ കുടുംബമായി ദൈവസനിലേക്ക് കടന്നു വന്ന് ദൈവപാദപീഠത്തിലിരുന്ന് കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ തയ്യാറായ അടകാമനിയ സന്തൽക്കമന. ഇന്ന് ഞെരുക്കുന്ന ശത്രുമണ്ഡലത്തെ ദൈവം ഞെരുക്കുകയും പകയ്ക്കുന്ന ചില ശക്തികളുണ്ട്, അതിനെ ദൈവം നിർവീര്യമാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ മേൽ ജയം നൽകി പാർക്കുന്ന ദേശത്തിൽ ദൈവത്തിന്റെ മഹത്വം, ചുറ്റുപാട് ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ കുടുംബമണ്ഡലത്തിൽ അയച്ച്, ഭവനാന്തരീക്ഷത്തിൽ അയച്ച് മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളതായി പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. അടയാ മനിയ സന്തൽ കമനം ദൂര ശൈതലറ്റസ്. പലപ്പോഴും വഴിയാത്രയിൽ തകർക്കേണ്ടതിന്, ഒതുക്കേണ്ടതിന് കയറി വന്ന ശത്രുവിന്റെ മണ്ഡലത്തെ പരിശുദ്ധാത്മാവ് കാണുകയാണ്. റബന സന്തൽ കമന. ജീവനോടിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെന്നും ദൈവത്തിനാണ് വളരെ ശക്തമായി ഇടപെടുകയാണ്. അടയാ മനിയ സന്തൽ കമനം ദൂര ശൈതലറ്റസ്. ബുദ്ധിമണ്ഡലത്തെ പോലും കെട്ടി ഒതുക്കേണ്ടതിന് നാളിൽ കയറി വന്ന ശത്രുവിൻ്റെ ചില വ്യാപാരങ്ങൾ, ദേശത്തിലെ ചില വെല്ലുവിളികൾ അന്തൽ കമന ഒതുക്കിക്കളയാൻ കയറി വന്നപ്പോഴും ദൈവത്തിൻ്റെ കൃപ ജീവിതത്തിന്മേൽ പകർന്നു വന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. വിശ്വസ്തനായ വിളിച്ച ദൈവം വിശ്വസ്തനായിരിക്കാൻ ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന നൽകുന്നു. ചില കെണികളിൽ അകപ്പെടാതിരിക്കേണ്ടതിന്, ശത്രു ഒരുക്കുന്ന ചില തന്ത്രങ്ങൾ കുരുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അടയാ മനിയ സന്തൽ കമനം ദൂര സൈതൽ കരാതിയാലറ്റസ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. അടകാ മനിയ സന്തൽ കമന. ദൈവത്തിന്റെ അനുഗ്രഹം ഈ രാത്രി പകരപ്പെടുമാറാകട്ടെ. ചില അന്യായ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അടിഞ്ഞു മാറട്ടെ. ഓ ശബന. ദൈവീക വിടുതൽ, ദൈവീക ശക്തി, ദൈവത്തിന്റെ അനുഗ്രഹം ഈ രാത്രി തന്റെ ജനത്തിന്മേൽ ദൈവം പകരുമാറട്ടെ. ബന്ധനങ്ങൾ ഇടിഞ്ഞു മാറട്ടെ. വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നീതിമാന്റെ ശ്രദ്ധയോടുകൂടെയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. ആമേൻ ആമേൻ. അപ്പോൾ നീതിമാനായിരുന്ന് ദൈവഭക്തനായിരുന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വളരെ ഫലിക്കും. പ്രാർത്ഥന ഫലിച്ചാൽ ശത്രുവിന്റെ യാതൊരു വെല്ലുവിളിയും ഫലിക്കുകയില്ല. അതാണ് യെശയ്യാപ്രവചനം 54 11 ഇങ്ങനെ വായിക്കുന്നു: നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. പ്രാർത്ഥന ഫലിച്ചാൽ ശത്രു ആയുധം തൊടുത്തി വിടത്തില്ല എന്നല്ല, അവൻ തന്ത്രം ഒരുക്കത്തില്ല എന്നല്ല, അവൻ ആയുധം നമുക്കെതിരായി എയ്ത് വിട്ടാലും അത് ഫലിക്കയില്ല. ആയുധം ഫലിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥന ഫലിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന ഫലിച്ചിരുന്നു കഴിഞ്ഞാൽ റബന ഹദന യാസി അന്തൽ കമന
ശത്രു തൊടുത്തുവിടുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. പ്രൈസ്. ഹല്ലേലൂയ. എന്തെല്ലാം ആയുധങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ശത്രു നമുക്കെതിരെ തൊടുത്തു വിട്ടല്ലേ. പ്രൈസ്. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ, ചില മിനിറ്റുകൾ ഉപവസിച്ചപ്പോൾ, ദൈവമക്കളുടെ മധ്യസ്ഥത, ഒരുമിച്ചുള്ള കൂട്ടായ്മയുള്ള പ്രാർത്ഥനയാൽ അവന്റെ ആയുധങ്ങൾ പൊട്ടിമാറി. ഈ രാത്രിയിലും വിശ്വസിക്കുക, അവൻ തൊടുത്തുവിടുന്ന, അവൻ എയ്യുന്ന, അവൻ കണക്ക് കൂട്ടുന്ന ചില ആയുധങ്ങൾ ഈ രാത്രി തകർന്നു മാറട്ടെ. ഓ ദൈവജനത്തിന്റെ പ്രാർത്ഥന, ശക്തിയേറിയ പ്രാർത്ഥന. ആമേൻ, ആമേൻ. കോട്ടകളെ തകർക്കുന്ന പ്രാർത്ഥന. പ്രാർത്ഥന ഫലിച്ചാൽ ശത്രുവിന്റെ യാതൊരു ആയുധവും ഫലിക്കുകയില്ല. നിനക്ക് എതിരായി വിരോധവും പ്രതികൂലമായ സകല കയ്യെഴുത്തുകളെയും ദൈവം ക്രൂശിൽ തകർത്തുകൊണ്ട് അതിൻ്റെ മേൽ പരസ്യമായി ജയോത്സവം കൊണ്ടാടിയ ദൈവം, ജയം ഘോഷം മുഴക്കിയ കഥാവ് ഈ രാത്രിയിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലോ. ആമേൻ. യേശു ക്രിസ്തുവിൽ കൂടെ നമ്മെ എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായാണ് നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. എപ്പോഴും എല്ലായിടത്തും ഒരു ജയം നാം പ്രാപിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. എവിടെ വെച്ചും നമ്മെ ഒതുക്കേണ്ടതിനെ ശത്രു പിന്തുടരുമ്പോൾ ശ്രദ്ധയോടുകളുള്ള പ്രാർത്ഥന, സകല ആയുധങ്ങളും അവന്റെ ആയുധങ്ങൾ ഫലിക്കാതെ വണ്ണം നമ്മെ മുന്നോട്ട് നയിക്കുവാനായിട്ട്. സംഖ്യാപുസ്തകം 23:23 വചനം വായിക്കുമ്പോൾ, ആഭിചാരം യാക്കോബിനോട് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കയില്ല. പ്രാർത്ഥന ഫലിച്ചാൽ ആഭിചാരം ഫലിക്കയില്ല. ഓ ഹല്ലേലൂയ. മന്ത്രവാദം ഫലിക്കയില്ല, പൂജകൾ ഫലിക്കയില്ല. ഇതൊന്നും ഇല്ല എന്നല്ല വചനം പഠിപ്പിക്കുന്നത്. ഇതെല്ലാം ഉണ്ട്, ഒരു ഭാഗത്ത് ഉണ്ട് എങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവവചനം ഇത് ഫലിക്കയില്ല. ഓ എത്ര പേർ വിശ്വസിക്കുന്നു? ആഭിചാരം പറ്റുകയില്ല, ലക്ഷണവിദ്യ ഫലിക്കയില്ല, ഫലിക്കയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന ഫലിച്ചാൽ ശത്രുവിന്റെ യാതൊരു തന്ത്രവും ദൈവവചനം ഫലിക്കയില്ല. ആമേൻ, ആമേൻ. ഈ രാത്രിയിൽ വിശ്വസിക്കുക, ഈ രാത്രി വിശ്വസിക്കുക. ചില വിടുതൽ വെളിപ്പെടുകയാണ്. സഭാപ്രസംഗിൽ ഒരു വചനമുണ്ട്, രോദനക്കുരു ഫലിക്കാതെ വരും. പ്രിസലം ഹല്ലേലൂയ. മരുന്ന് പോലും ചിലപ്പോൾ ഫലിക്കയില്ല, എന്നാൽ പ്രാർത്ഥന ഫലിക്കും. പ്രിസലം. പ്രാർത്ഥനയുടെ മഹത്വം മനസ്സിലാക്കുക, പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കുക. ആമേൻ, ആമേൻ. പ്രാർത്ഥനയിൽ ഒന്ന് ഉണരുവാൻ ഈ രാത്രി തയ്യാറാകുക. ആമേൻ. ദൈവമക്കളോട് വളരെ ശക്തമേറിയ ദൂത് ഈ രാത്രി പരിശുദ്ധാത്മാവ് നൽകുകയാണ്. നമ്മൾ പ്രാർത്ഥനയിൽ ഒന്ന് ഉണരുവാൻ തയ്യാറാകുക. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. നിങ്ങൾക്കെതിരായി കയറി വരുന്ന തളർത്തുവാൻ, വിദ്യാഭ്യാസത്തിന് ഉയർച്ചകൾക്കെതിരായി, ഭാവി മണ്ഡലങ്ങളുടെ നന്മകൾക്കെതിരായി, ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുവാൻ, ക്ഷീണിപ്പിക്കുവാൻ, ബലഹീനപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് അവകാശമായി ലഭിക്കേണ്ട നന്മകളെ തടഞ്ഞ് നിൽക്കുന്ന, അതിനെതിരായി നിൽക്കുന്ന ആ ശത്രു കീഴടങ്ങേണ്ടതിനാ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പ്രാർത്ഥനയിൽ ഉണരുവാൻ തയ്യാറാകുക. പ്രാർത്ഥന ഫലിച്ചാൽ ശത്രുവിന്റെ യാതൊരു തന്ത്രം ഒരു ദൈവവചനോട് ഫലിക്കയില്ല. നീതിമാന്റെ ശ്രദ്ധയോടുകൂടെയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. ഹല്ലേലൂയ, ആമേൻ. ആ ഭാഗത്തിന്റെ ആദ്യം നമ്മൾ വായിക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകേണ്ടതിന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. വ്യക്തിപരമായി നമുക്കുള്ള എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാനാണ് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത്. അവിടെ രോഗിയായി തീരുമ്പോൾ ആ ഭാഗം എന്നെ ചിന്തിപ്പിച്ച കാര്യം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത വരുമ്പോഴാണ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. ഓ ഷബറബന. നാം ദൈവസേന ഇരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ദൈവ അഭിഷേകത്തിനും കുടുംബവും ദൈവസഭയും ഇരിക്കുമ്പോൾ ആ വിഷയത്തിന് വിടുതൽ സംഭവിച്ചിരിക്കും.
ഈ രാത്രി നാം ചിന്തിക്കേണ്ട കാര്യം, എന്തുകൊണ്ട് നമ്മുടെ പല വിഷയങ്ങൾക്കും വിടുതൽ ലഭിക്കുന്നില്ല? ഉണർന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അഭിഷേകൻ പ്രാർത്ഥിക്കുന്നു, ദൈവസഭയായി പ്രാർത്ഥിക്കുന്നു, പലപ്പോഴും പരിശുദ്ധാത്മ ഉണർത്തുന്നു. എന്നാൽ നാം ദൈവസേന ഇരിക്കാത്തത് കൊണ്ട്, ദൈവപാദപീഠത്തിൽ ഇരിക്കേണ്ട സമയം നാം ഇരിക്കാത്തത് കൊണ്ട്, നാം പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കാത്തത് കൊണ്ട് പല വിഷയങ്ങൾക്ക് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. ഈ രാത്രി ദൈവാത്മാവ് നമ്മെ ഉണർത്തുകയാണ്. ശ്രദ്ധയോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ദൈവസേന ഇരിക്കേണ്ട സമയം ഇരിക്കുവാൻ തയ്യാറായാൽ ആ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്നല്ല, വളരെ ഫലിക്കും. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിലും വളരെ ഉറപ്പിച്ച് പറയുകയാണ്, ആവർത്തിച്ച് ആലോചന ഇടപെടുകയാണ്. ആമേൻ, വളരെ ഫലിക്കും. നമ്മുടെ വിഷയങ്ങളുടെ മേൽ ചില വിടുതലുകൾ ഈ രാത്രി വെളിപ്പെടട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ദൈവസേനയെ പ്രാർത്ഥിക്കാം.